നമ്മുടെ ഇന്നത്തെ വീഡിയോ അറിഞ്ഞതാ നമ്മളെ കൈക്ക് രണ്ട് തരം ചോള ചിപ്പ് ഉണ്ട്. ഒന്ന് ചോള ചിപ്പും ഒന്ന് ചോള നമ്മളെ കൈക്കുള്ളത്. ഇതിൽ ഏറ്റവും എരിവുള്ള സാധനം ഏതാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു കൊല്ലല്ല 2 കൊല്ലം മുമ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാനും എൻ്റെ ചങ്ങായും കൂടി വെച്ച് കണ്ടതിന് ചോള ചിപ്പ് തന്നെയാണ് തിന്നീന്. ഇതിപ്പോൾ ചോയ്ടോക്സ്, ഇത് ഇന്ത്യൻ്റെ സാധനം, ഇത് പുറത്തുനിന്ന് എൻ്റെ സാധനം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ചോളോ ചിപ്പ് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചോളോ ചിപ്പ് വെക്കാം. നമുക്കിത് ഐഫോണിലൊക്കെ വരേണ്ട മാതിരി മറ്റേ സ്ലാബ് മറ്റേ സിബ് മറ്റേ സാധനം ഉണ്ടല്ലോ അത്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചെടുക്കാം. പുതിയ മോഡലാണ്, അതുകൊണ്ട് ബാക്കിലൊക്കെ ഇതാ മറ്റേ ഷോപ്പെറ്റിയൊക്കെ തുറക്കില്ല, അതേമാതിരി ഇതിൻ്റെ ബോക്സിലാണ് സാധനം വരുന്നത്. ഇതാണ് ചോളോ ചിപ്പ് വരേണ്ട പാക്കറ്റ്. ഇതിൽ ഏറ്റവും വില കൂടിയതും എരിവുള്ള സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. തിന്നുമ്പോൾ നമ്മളെ കഴിച്ച് എന്തൊക്കെ വേണമെന്നാൽ പച്ചവെള്ളം വേണം, പിന്നെ തണുത്തവെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നമ്മളെ എരിവിനെ കൺട്രോൾ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കാരണം മയ്യത്ത ഇതിന് കുറേ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിക്കാണ്ട് വായിച്ചാലുള്ളവർ വായിച്ചോളി. പിന്നെ കരോലീന പെപ്പറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റേ മസാല അറിയുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ എരിവ് അകറ്റാനായിട്ട് നമ്മളടുത്ത് ഐസ്ക്രീം ഉണ്ട്, പച്ചവെള്ളം ഉണ്ട്, പിന്നെ തണുത്തവെള്ളം ഉണ്ട്, കൈ വെക്കാനായിട്ട് മറ്റേ എന്താ പറയുക പൈപ്പുണ്ട്. ഇത് തിന്നുകാണ്ട് ഇത് പൊട്ടിച്ച് കാണ്ട് പൊടി ഉണ്ടാവും, കൈമ കഴിക്കുക. അത് നമ്മൾ പൈപ്പ് വെച്ച് കാണ്ട് കൈ വെക്കുക. നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പോകണേ. പൊടിഞ്ഞ് കളിച്ചെറുതായിട്ട് ഭർത്താനം കഴിക്കണം. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തിനെങ്ങാണ്ട് വലിപ്പം കൂടിയിരുന്നടാ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. ഇതിനെ എടുത്തു വരുമ്പോൾ എരിവുകൊണ്ട് അടുക്കാൻ വേണ്ടിയ ഇല്ല. ഇത് ഒന്നായിട്ട് തിന്നാനും തൊള്ളയിൽ കൊള്ളുമില്ല, നന്നായിട്ട് തിന്നണ. അപ്പോൾ ആ ചേരാൻ തിന്നാൻ പോണേ. ഇത് ഫുള്ളായിട്ട് തിന്നണം ഇല്ലേ. അപ്പോൾ കയ്യേക്കാണ് പൈപ്പുണ്ട്. അപ്പോൾ തിന്നാൻ കയ്യേക്കുക, നിൽക്കുക. എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രത്തോളം നിൽക്കും. എനിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ഐസ്ക്രീം ഒന്നും പോകും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കാണാം. ഏറ്റവും തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നുള്ളൂ. ഫുള്ളായിട്ട് ഒന്നും കേട്ടാ, ഫുള്ളായിട്ട് ഒന്നിട്ട് ചെയ്യാറണ്ട. എത്രത്തോളം നിൽക്കാൻ കഴിയും അത്രത്തോളം നിൽക്കും ഞാൻ. ഇത് തുടങ്ങുന്നുള്ളൂ. കണ്ണൂന്നൊക്കെ വെള്ളമായില്ലത്. നാവിൻ്റെ ഈ സൈഡ് 2 സൈഡ് ഉണ്ടാവില്ല, അവിടെ ഭയങ്കര എരിവ്. നടുവിലൊന്നും ഓവർ എരിവൊന്നുമില്ല. ഒഴിച്ചിട്ടുണ്ട്. ചുണ്ടിൻ്റെ ഇവിടെ ഈ സൈഡൊക്കെ നല്ല എരിവാണേ. കുടിച്ച കാണിച്ചോളൂ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ പോലെ ഓവറ് ഭയങ്കര എരിവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇതൊരു ഐസ്ക്രീം ഒന്ന് നോക്കാം. എന്നാലും എരിവ് വിട്ടു മാറണില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്.
എത്ര ടൈം എരിഞ്ഞിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മളിതാ ചോളോ ചിപ്പ് തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിന്, എരിവിൻ്റെ എഫക്റ്റ് ഉണ്ടായിന്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ തിന്നാൻ പോകുന്ന എത്താണ്. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനമാണ് 𝚘𝚉. അതാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. എരിവിനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഐസ്ക്രീം എടുത്തേക്കണേ, പച്ചവെള്ളം, തണുത്തവെള്ളം, പിന്നെ പൈപ്പുണ്ട് കയ്യേക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇതാ പൊട്ടിച്ചെടുക്കാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മളെ 𝚘𝚉 ഉള്ളിലത്തെ അവസ്ഥ. വലിയ കവറാണ്. അപ്പോൾ ഈ ബോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേതും ഇതും കൂടി നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് അറിയാം. ഇത് നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം മുളക് അതിൻ്റെ മേലെ പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മുളകും ഉണ്ട് ഇതിൻ്റെ മേലെ പറ്റി വെച്ചിങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ തിന്ന് നോക്കാൻ പോകണേ. ഇത് മറ്റേതിനെക്കാട്ടും നല്ല എരിവെന്നാണ് എല്ലാവരും പറയണേ. ടെസ്റ്റ് ചെയ്ത് നോക്കാം. പങ്ങനെ കൊടുത്താലും മതി. ഇപ്പോൾ അതാ 3 കഷ്ണമുണ്ട്. 3 തിന്ന് നമ്മൾ. ഇത് മറ്റേതിനെക്കാട്ട് ഒരു വേറെ മുളകും പൊടിയാണ് തോന്നുന്നത്. നല്ല വ്യത്യാസമുണ്ട് ഇതിൽ ഫ്ലേവറിൽ. എരിഞ്ഞ് തുടങ്ങുന്നുള്ളൂ. ഇത് മറ്റേതിനെക്കാട്ട് എരിവ് കൂടുതലാട്ടോ. ഞാൻ മാക്സിമം പിടിച്ചു വെക്കും അത് ഒരു വരുന്നുണ്ടാ നോക്കാൻ. വെള്ളം വരണം കൊടുത്ത് കണ്ണൊന്ന്. നമുക്ക് ഇത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് നല്ല എരുണ്ട്. അപ്പോൾ ഐസ്ക്രീം നോക്കാം സ്വന്തമായിട്ട്. കാര്യം രണ്ട് സൈഡ് നാവിൻ്റെ 2 സൈഡിലാണ് എരിവ് കൂടുതൽ. പിന്നെ ചുണ്ട് വേണം. അപ്പോൾ വെച്ചാൽ നമ്മളിതാ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചോളോ ചിപ്പ് തിന്നലേന്. അപ്പോൾ 2 തരം ചോളോ ചിപ്പ് നമ്മൾ തിന്ന്. ഇതിൽ ഏറ്റവും നല്ല എരിവുള്ള സാധനം അറിയിട്ട് ഇതാ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 𝚘𝚉 ആണ്. നല്ല എരിവുണ്ട് പറഞ്ഞാൽ 1/4 മണിക്കൂർ എരിവ് നന്നായി ഇരുന്നത്. നാവുമ്മ 2 സൈഡിൽ നിന്ന് നാവിൻ്റെ 2 സൈഡിലും പിന്നെ വള്ളൻ്റെ ഉള്ളിൽ പഴിച്ചിൽ പിന്നെ അണ്ണാക്കി അതിൻ്റെ പല്ലിൻ്റെ അടിയിലുള്ള ആ സ്ഥലത്ത് കുറച്ച് നേരം എരിവുണ്ട്. നല്ല എരിവ് പറഞ്ഞാൽ നല്ല എരിവുണ്ട്. ഏറ്റമാതിരിയുള്ള സാധനം. 2 കൊല്ലം മുമ്പ് നമ്മൾ ഇതേമാതിരി തന്നെ ഒരു ചലഞ്ച് ചെയ്തതിന് എൻ്റെ ചങ്ങായിനെ വെച്ചുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ ഇത് മേങ്ങണമെന്ന് ഞാൻ ആരും പറയില്ല. കാരണം ഭയങ്കര എരിവുണ്ട് സാധനം. അത്ര ഇതിന് ഒരു ബോക്സിന് എൻ്റെ 199 രൂപയാണ് വരേണ്ടത്. ഐസ്ക്രീമോ പച്ചവെള്ളം എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എരിവ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളെ കൈക്ക് വേണം. എന്നിട്ട് തിന്നാൻ തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ പുറത്തം വിടും. പിന്നെ ആശുപത്രി പോകേണ്ട കേസാവും. പിന്നെ ഇത് രണ്ടും ഞാൻ ഒപ്പം തിന്നുമ്പോൾ തന്നെ എനിക്ക് പള്ളാൻ്റെ ഉള്ളിൽ നിന്ന് പള്ളവാനൊക്കെ പിടിച്ച് ഒരു 2 മണിക്കൂറിന് പള്ളവാന തന്നെ ഉണ്ടായിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.